ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡിവൈൻ റിതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. നന്ദി പറയുക. നമുക്ക് ദൈവം തന്ന ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന ഒരുപാട് ഭാഗ്യങ്ങൾക്ക് നന്ദി പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ നന്ദിയുള്ളവരായി തീരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലതരം ഭാഗ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ജനിച്ച അന്ന് മുതൽ നമുക്കുള്ള ഓരോരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയാനുണ്ടാവും. നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നതിന്, നമുക്ക് ആരോഗ്യമുള്ളൊരു കൈകൾ, ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളൊക്കെ തന്നതിന് ഒക്കത്തിന് നമുക്ക് ദൈവത്തിനോട് എപ്പോഴും നന്ദി ഉണ്ടാവുക. നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക. താങ്ക് യു ഗോഡ്, എനിക്കിത് തന്നതിന് താങ്ക്സ്, നന്ദി ദൈവമേ, നന്ദി മഹാപ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ ഓരോ വാക്കുകൾക്കും ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഭാഗ്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു തന്നതിന്, കുടിക്കാൻ ശുദ്ധജലം തന്നതിന്, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, നമുക്ക് താമസിക്കാനൊരു വീടുണ്ടായതിന്, നമുക്ക് എഴുതാൻ പെണ്ണുണ്ടായതിന്, ബുക്കുണ്ടായതിന്, നമുക്ക് കാണാൻ കണ്ണുകളുണ്ടായതിന്, ഇതിനൊക്കെ നമുക്ക് നന്ദി പറയുകയാണെങ്കിൽ കൂടുതൽ നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളും ദൈവം തന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മൾ എല്ലാത്തിനും, ഇപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര ചെയ്യുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന്, അങ്ങനെ ഓരോരോ എന്താ പറയുക, ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളും നമ്മൾ നന്ദിയുള്ളവരായി തീരണം. ഇതാണ് ഇപ്പോൾ കണ്ണില്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ ഇല്ലാത്തവരനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ണില്ലാത്തവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും കാണുക എന്നുള്ളത്. അപ്പം ഇതൊക്കെ ആ ഒരു സ്വപ്നലോകത്താണ് നമ്മൾക്ക് കണ്ണുകളുണ്ട്, കാണാൻ കണ്ണുകളുണ്ട്, നല്ല എന്താ പറയുക, നല്ല ഡ്രസ്സുണ്ട്, നല്ല വീടുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, നല്ല ഓഫീസുണ്ട്, നല്ല ജോലിയുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, എല്ലാത്തിനും ഇതിനൊക്കെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. ഇപ്പോൾ നമുക്കതൊന്നും ഇത് തീരെ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താണ് നമുക്ക് നന്ദി പറയാനൊന്നും ഒരു വാക്കുകളുണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു 10 നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദിവസം എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ടാവില്ല. പക്ഷേ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കൂ, നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നതിന്, നല്ല മക്കളെ തന്നതിന്, നല്ല സുഹൃത്തുക്കളെ തന്നതിന്, നല്ല സഹോദരങ്ങളെ തന്നതിന്, എല്ലാത്തിനും നമ്മൾ ദൈവത്തിനോട് നന്ദി ഉണ്ടായിരിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങളും നമ്മളുടെ മനസ്സിൽ നിന്നുള്ള നെഗറ്റിവിറ്റിയും ഒക്കെ മാറിയിട്ട് നമ്മൾ വേറൊരു ലൈഫിലേക്ക് മാറി തുടങ്ങും. അപ്പോൾ എന്നും നിങ്ങളൊരു പുതിയൊരു നോട്ട്ബുക്കും പുതിയൊരു പെന്നും എടുത്തിട്ട് രാവിലെ നമുക്ക് കിട്ടുന്നൊരു സമയത്ത് ആ ദിവസത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. ഇതൊരു ശീലമാക്കുക. എന്നൊരു 10 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആ നോട്ട്ബുക്ക് എടുത്ത്, പുതിയൊരു നോട്ട്ബുക്കും പുതിയൊരു പേനയും അതിനായിട്ട് എടുത്തിട്ട് നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പിനെസ്സും നിങ്ങൾ തന്നെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എപ്പോഴും ശീലമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമേ വരുള്ളൂ. ദൈവം എത്ര വലുതാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ഇപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തൊരു ലെവലിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ പലതരം കാര്യങ്ങളുണ്ടാവും. ദൈവമേ, ഇപ്പം നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മളെന്താ വിചാരിക്കുക, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അസുഖങ്ങൾ, എനിക്ക് മാത്രം എന്താ കടം, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരെ മറിച്ച് ചിന്തിക്കുക. നമുക്ക് ആരോഗ്യമുണ്ടായതിന്, ചില ആളുകൾക്ക് പണം ഉണ്ടായാലും ആരോഗ്യം, അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷേ നമ്മളെന്താ പറയുക, നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നതിന് ദൈവത്തിന് നന്ദി, നമുക്ക് ശ്വസിക്കാൻ വായു ഉണ്ടായതിന് നന്ദി, നമുക്ക് സംസാരിക്കാൻ
നാവുണ്ടായതിന് നന്ദി. ഇതൊക്കെ ഇല്ലാത്തവർ, സംസാരിക്കാൻ കഴിവില്ലാത്തവർ, കേൾക്കാൻ കഴിവില്ലാത്തവർ, നടക്കാൻ കഴിവില്ലാത്തവർ, ഇങ്ങനെ ഇല്ലാത്തവരൊക്കെ നമ്മളെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെയുള്ള നമ്മൾ ഓരോ നിമിഷവും നമ്മൾ നടക്കുമ്പോൾ പോലും എനിക്ക് നടക്കാൻ കഴിഞ്ഞതിന് നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നമ്മളിങ്ങനെ ഒരു മനസ്സിലെപ്പോഴും ഇങ്ങനെ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ആരൊക്കെ എന്ത് ചെയ്താലും അവർക്കൊക്കെ നമ്മൾ നന്ദി പറയുന്നതൊരു ശീലമാക്കിയാൽ നമുക്കെന്താ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നാളെ തൊട്ട് തന്നെ ഒരു ബുക്കും ഒരു പെന്നും ഒരു പുതിയതായ ഒരു ബുക്ക്, ഒരു ചെറിയൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് എന്നൊരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നമ്മളെ ജീവിതത്തിൽ നാളെ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും നിങ്ങൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് വീഡിയോയ്ക്ക് താഴെ ഇടണം. പിന്നെ ഇതൊരു ശീലമാക്കി മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.